ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 6 മണി. രാവിലെ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഒരുങ്ങിക്കെട്ടിരിക്കുന്നതെന്ന്. ഒരു ട്രിപ്പ് പോകാനാണ്. അതാണ് ഈ കാണുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ. നമ്മൾ ഊട്ടിയിലേക്ക് ട്രിപ്പ് പോവാണ് ആഫ്റ്റർ എ ലോങ് ടൈം. ഒരു നാട്ടിൽ പോയതല്ലാതെ ഈ കൊറോണ സമയത്ത് വേറെ എങ്ങും പോയില്ല. നാട്ടിലും പോയത് ക്വാറന്റൈൻ ഇരുന്നു, തിരിച്ചു വന്നു, വേറെ ഒന്നും നടന്നിട്ടില്ല. നേരെ ട്രിവാൻഡ്രം പോലും ഒന്നും നന്നായിട്ട് കണ്ടിട്ടില്ല ഞാൻ. സോ ഇപ്പൊ പറശ്ശിലേട്ട ഒരുപാട് ട്രിപ്പ് ഒന്നും കൊറോണയ്ക്ക് മുമ്പും പോയിട്ടില്ല, കല്യാണത്തിന് മുമ്പ് പോയിട്ടൊന്നുമില്ല. അത് കല്യാണത്തിന് ശേഷം പോവാന്ന് വിചാരിച്ചപ്പോൾ കൊറോണ വന്നിട്ട് ലോക്കായി. സോ അപ്പൊ ഞാനും വിപിനും ഒരു ഫ്രണ്ട് രജീഷ് ഏട്ടനും അശ്വതിയും കൂടെ ആണ് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള വഴിയുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും നമ്മളൊരു 3 ദിവസത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു വിശേഷമൊക്കെ വരുന്നുണ്ട്. സോ എന്തെല്ലാമോ പ്ലാൻ ചെയ്താ പോകുന്നത്, ഇനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ പോന്നോളൂ. അപ്പം നമ്മൾ പോവാണ്. കാറ് രേഷേട്ടനും അശ്വതിയും വന്നിട്ടുണ്ട്. ഇനി കാറിലൊക്കെ കയറിയിട്ട് എൻ്റെ ഫസ്റ്റ് ടൈമാ. സോ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ഷമിച്ച് കാണണം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാധൂർ റോഡ് എന്തോ ആണ്. അപ്പം എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മൾ വരുന്ന വഴിക്ക് മൈസൂർ പാലസിൽ കയറി. ഇപ്പൊ സമയം 10:30. നമ്മൾ വന്ന സമയത്ത് ഒരു 10:15 എത്തി. പക്ഷെ ഇവിടെ ഓപ്പൺ ആക്കില്ല ഫ്രണ്ട് ഡോറ്. ഇപ്പൊ നമ്മൾ ബാക്ക് വഴി കയറി. വലിയ ആളൊന്നും തിരക്കൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നു കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച് കുറച്ച് തണുപ്പൊക്കെ ആണെന്ന്, പക്ഷെ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. കുറെ ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒന്നും എടുത്തോണ്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോയേനെ. പുറത്ത് നല്ല വിലയാണ് സാധനത്തിന്. നമ്മളിപ്പോൾ മൈസൂർ പാലസിൻ്റെ ഇൻസൈഡാണ്. ആദ്യം അവർ ക്യാമറയും കൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ ക്യാമറയും കൊണ്ട് കയറി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. ഫുൾ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഇൻസൈഡ് കയറുന്നത്. പക്ഷേ നമ്മളിപ്പം ഈ നിൽക്കുന്നിടത്ത് നിന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അതിൻ്റേതായ പോരായ്മയിൽ കാണാതെ എടുത്തതാണ്. എൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണ്. പക്ഷെ അതിനകത്ത് അവർ കയറ്റി വിടില്ല. പക്ഷെ കയറിയാൻ പറ്റായിരുന്നെങ്കിൽ നല്ല കുറേ സ്നാപ്സ് ഒക്കെ എടുക്കായിരുന്നു. സൂപ്പറാണ്. ഫാന് ലൈറ്റ്സ് ഒക്കെ നല്ല ലൈറ്റിംഗ് ആണ്. നമ്മൾ വെറുതെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മൊബൈൽ വെച്ചിട്ട് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ എന്ത് രസമാണെന്നറിയാം ഇവിടുത്തെ. പക്ഷെ അവരതിനകത്ത് കയറ്റിയിട്ടില്ല. നോർമൽ ക്യാമറ ഫ്ലാഷ് പറ്റില്ല, മൊബൈലും ഒക്കെ പറ്റും. പിന്നെ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞേ. സോ അതുകൊണ്ട് നല്ലതാണ്, നമുക്കെല്ലാം നല്ല വിശദമായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ സ്നാപ്സ് ഒക്കെ കുറേ എടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ ഞാൻ ഇടാം. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റി. പിന്നെ വാഷ്റൂംസ് ഒക്കെ ആണെങ്കിലും ലേഡീസിൻ്റെ നല്ല, എനിക്കാണെങ്കിൽ അങ്ങനെയുള്ളത് പോകാൻ ഭയങ്കര മടിയാണ്. പക്ഷേ മടിച്ചൊക്കെ കയറിയെങ്കിലും നല്ല നീറ്റായിട്ട്
എനിക്ക് തോന്നുന്നു ഇനി തിരക്ക് കുറവുള്ളത് കൊണ്ടാണോ ഒന്നും അറിയില്ല. അപ്പോൾ അവർ വാഷ് ചെയ്ത് ഇടുന്നുണ്ട്. സോ ഇനിയിപ്പം നമ്മൾ നേരെ ഊട്ടിക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തും. ഇനി ഇവിടുന്ന് ഒരു 150 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നുള്ളത് കുറേയൊന്നും എടുക്കുന്നില്ല. ബിക്കോസ് വണ്ടിയിലിരുന്ന് ഞാൻ ഉറങ്ങും കുറേയൊക്കെ. പിന്നെ എല്ലാവരും സംസാരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. സോ ഇനി നമുക്ക് ഊട്ടി ചെന്നിട്ട് കാണാം. ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും. ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടാവും. നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാൻ ഇറങ്ങുമായിരിക്കും. അതോ ഇനി ഊട്ടി ചെന്നിട്ടാണോ പോകുന്ന പോലെ. ഇടയ്ക്ക് നമ്മളൊരു പേരയ്ക്ക വാങ്ങി. അത് വലിയൊരു 70 രൂപയാണ് 1 കിലോയ്ക്ക് അല്ലേ. 1 കിലോയ്ക്ക് അതിനകത്ത് ഇങ്ങനെ നല്ല മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു സ്പൈസി ആയിട്ട് മധുരവും കൂടെ. അത് കഴിച്ചപ്പോഴേ വയറ് നിറഞ്ഞു. സോ ഇനിയിപ്പം നമ്മൾ രതീഷേട്ടനെ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അവർ വരുന്നുണ്ട്. ഇനിയെല്ലാം ഊട്ടി പോയിട്ട് കാണാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഡയറക്റ്റ് എൻട്രൻസിൻ്റെ അവിടെ ആരോഗ്യ പ്രവർത്തകരുണ്ടായിരുന്നു COVID-19 ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട്. കമ്പൽസറി ഒന്നും അല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ തിരക്കി, കയറുന്ന സൈഡിൽ വിപിൻ നേരത്തെ തിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പൽസറി അല്ലാന്ന് അവർ പറഞ്ഞു. അങ്ങനെ ആരും അവിടെ ചെയ്യുന്നതും കണ്ടില്ല. ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും 3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. ആകെ 2 പേരെന്തോ മറ്റോ അവിടെ നിൽക്കുന്ന കണ്ടേ. മോസ്റ്റ്ലി എല്ലാവർക്കും പേടിയാണല്ലോ, അപ്പോൾ ആരും അങ്ങനെ ചെയ്തൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ മൈസൂർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഈ സമയത്ത് എല്ലാവരും ക്യൂ നിന്നാണ് കാണുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റി. ഈ ഒരു സീസണിലായതുകൊണ്ടായിരിക്കും നല്ല സുഖമായിട്ട് കാണാൻ പറ്റി. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. നല്ല വെയില്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ലൊരു സ്ഥലമാണ്. കഴിച്ചു ഇറങ്ങി. ബിക്കോസ് കയറിയ വിശപ്പിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല. സൂപ്പർ ഫുഡായിരുന്നു. എന്താ പറയുക, നല്ലതായിരുന്നു. ഞാൻ ബിരിയാണി കഴിച്ചു. നല്ല ഫുഡാണ്. ഇനി ആംബിയൻസും നല്ല രസമുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു ജംഗിൾ ഫീലാണ്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി ഒരു കൊറോണ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയിരിക്കുകയാണ്. ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും ആക്ച്വലി ഓർത്തില്ല. ഭയങ്കര ഷോക്കായിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 ദിവസത്തേക്കിന് പാസ് അല്ല, 1 കൂടുതൽ ദിവസം ഉള്ളവർ, തമിഴ്നാട്ടിലോട്ട് പോകുന്ന സ്റ്റേ ഉള്ളവർക്ക് ഇത് ടെസ്റ്റ് ചെയ്യണം. കേരളത്തിലോട്ട് പോകുന്നവർക്കും 1 ദിവസത്തേക്കിനുള്ളവർക്കും ടെസ്റ്റ് ചെയ്യണ്ട. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളോ റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ റിസൾട്ട് കിട്ടും, അല്ലെ, ആ റിസൾട്ട് കാണിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഊട്ടി വരുന്നവർക്ക് ഇതൊരു പാഠമായിക്കോട്ടെ. ഈ ടെസ്റ്റിംഗ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. ഇപ്പൊ പാഠം പഠിച്ച പോലെ ഒരു ഫീലാണ് എനിക്ക്. ഇത്രയും നാളെ ടെസ്റ്റ് ചെയ്യാണ്ട്. നോക്കാം, റിസൾട്ട് വന്നിട്ട് അതും പറയാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ എന്താണ് പറയേണ്ടത്? എന്തെങ്കിലും പറയൂ. ഭാരത് മാതാ കി ജയ്. ടൂർ കോർഡിനേറ്റർ അച്ചു. ഞാനൊന്നല്ല, എന്നാലും കൊരങ്ങൻ. എന്നെ ഈ ഭാര്യയും ഭർത്താവും കൂടെ, എന്റെ ഭർത്താവ് എന്റെ പാച്ചു ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയത്ത് അപ്പി വലിപ്പിച്ചു. അത് വെറുപ്പില്ല, പറയാ ഞാൻ വീഡിയോ എടുക്കാൻ. അതെ, കൊരങ്ങന്റെ അപ്പി വലിച്ചു. എന്നാൽ ഇത്രയും വണ്ടികൾ പോയതിന്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് ഈ വണ്ടി തപ്പിപ്പിടിച്ച് നീ ഇരിക്കുന്ന സൈഡിൽ അത് അപ്പിട്ടിട്ട് പോണെങ്കിൽ. സത്യത്തിൽ എന്റെ പിപ്പിന്റെ സൈഡിലേക്ക് പോയതാ. ഞാൻ അത് സാഹസികമായി രക്ഷിച്ച് അതിനെ തടഞ്ഞു. അപ്പോഴത്തേക്കിന് ഡോർ അടച്ചു. ഭയങ്കര കൊരങ്ങ് ശല്യം ഇവിടെ. ആദ്യത്തെ കൊറോണ ടെസ്റ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? തൊണ്ടേന്നാണ് എടുക്കുന്നത്. പക്ഷേ അന്നേരം നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു തടസ്സം തോന്നുന്നുണ്ട്. നല്ലൊരു എൻജോയ് മൂടി വന്നതാണ്. ഇനി ആ റിസൾട്ട് വരുന്നതാ വരെ സത്യം പറഞ്ഞ പേടിച്ചിരിക്കുകയാണ്.
ഇപ്പൊ കേറിയപ്പോ ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. നല്ല ക്ലൗഡ്. ഞാൻ രജിഷൻ കണ്ടോ, ജാക്കറ്റ് പോലും ഇല്ല, തള്ളി മറിച്ച്. നല്ല തണുപ്പ്. നമുക്ക് പെമ്പിള്ളാർക്ക് തന്നെ ആകെ 19 ഡിഗ്രി ഉള്ളൂ. ഇനിയിപ്പോ നൈറ്റ് ആവുമ്പോ 11 പറയുന്നുണ്ട്. അതിനിപ്പോഴേ നടക്കണോ? നല്ല വ്യൂ ആണ്. ഹായ് ഓൾ, നമ്മളപ്പം ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഒരു എന്താ ഇത്, റെസിഡൻസി ടൈപ്പ് അല്ലേ, ഒരു ഹോം സ്റ്റേ മോഡലാണ്. നല്ല എന്താ ഒരു ഗാർഡൻ പോയിന്റ് ഒക്കെ ഉണ്ട്. കാണിക്കും ജസ്റ്റ്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ ചെടികളും കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നല്ല തണുപ്പാണ്. നമ്മളിപ്പം നാളത്തേക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം, കുറച്ച് നമുക്ക് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ. സോ അതിനായിട്ട് പോവാണ്. പിന്നെ ഫുഡൊക്കെ എടുക്കണം, അതാണ് മെയിൻ. എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നാളെ കാണാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. എനിക്ക് ഒന്നിനും പറ്റി ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണാമെന്ന് പറയുന്നത്. സോ അപ്പോൾ കാണാം. നമ്മളിപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നു. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ട്രെയിൻ സർവീസ് ഇപ്പം ഇല്ല. സോ പുതിയ ഇൻഫർമേഷൻസ് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അച്ചു ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? ഊട്ടി ട്രെയിനിൽ? ഊട്ടിയിലെ ഫസ്റ്റ് ടൈം വരുന്നത്. അതൊന്നും ഇടല്ലേ? ഊട്ടിയിലെ ഫസ്റ്റ് ടൈമാ. സോ അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യാ? പ്ലാൻ എന്താ? അടുത്ത സ്ഥലം മീൻസ് അപ്പൊ നമ്മുടെ ഓൺ വണ്ടി എടുത്ത് പോകേണ്ടി വരും അല്ലേ? ഊട്ടി പൂക്കളാണോ? ഊട്ടി പോ, ഇങ്ങനെയൊന്നും കിട്ടൂല. ഇതാണ് ഊട്ടി. അല്ല, ഇത് ഊട്ടി പൂവല്ല. ഊട്ടിയിലുള്ള പൂക്കളൊക്കെ ഊട്ടി പൂക്കളാണ്. തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു യുവതി. ഞാനിപ്പാ ട്രെയിൻ വെള്ളത്തിൽ ചാടിച്ചാൻ പോകണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.